ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഇന്ന് ഞങ്ങൾ രാമപുരം വരെ പോകുവാണ്. രാമപുരം നാലമ്പല ദർശനത്തിനായിട്ട് പോകുവാണേ. അപ്പം ഞാനും ചേട്ടനും ചേട്ടൻ്റെ അമ്മയും ഏറ്റവും ഇളയ അനിയൻ സുമേഷുമാണേ ഉള്ളത്. അപ്പോൾ അതേ ഞങ്ങൾ രാമപുരം എത്തി. ഞങ്ങൾ രാവിലെ 5:30 ആയപ്പോൾ പോയി 9 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്പലത്തിൽ എത്തിയിട്ടോ. ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നത്. സീതയെ കാണാതെ ദുഃഖിതനായ ശ്രീരാമൻ അയോധ്യ വിട്ട് യാത്ര തുടങ്ങി. യാത്രക്കിടയിൽ രാമപുരത്തെത്തിയ രാമൻ അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും രാമനെ തേടി രാമപുരത്തെത്തി. തുടർന്ന് രാമനോടൊപ്പം അവിടെ താമസിക്കാൻ ആഗ്രഹിച്ച സഹോദരന്മാരോട് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ രാമൻ പറഞ്ഞു. അതനുസരിച്ച് ലക്ഷ്മണൻ കൂടപ്പുലത്തും, ഭരതൻ അമനകരയിലും, ശത്രുഘ്നൻ മേദിരിയിലും വാസമുറപ്പിച്ചു. ഈ സ്ഥലങ്ങളിൽ പിന്നീട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം പുണ്യദർശനമായി കണക്കാക്കപ്പെടുന്നു. ആദ്യം അപ്പോൾ നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്നു. അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും പിന്നീട് ഭരതസ്വാമി ക്ഷേത്രത്തിലും അതിനുശേഷം നമ്മൾ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലും പോയി തിരികെ വീണ്ടും നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തി സ്വാമിയെ കണ്ട് തൊഴുതിറങ്ങുമ്പോഴാണ് നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് എത്തിയത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂറോളം ക്യൂ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശ്രീരാമസ്വാമിയെ തൊഴുതിറങ്ങി. ഇനി ഞങ്ങൾ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുവാണ്. ഇവിടെ അപ്പോൾ നിറയെ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. രാമൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരുണ്ട്. കാരണം ഫസ്റ്റ് തൊഴാൻ വരുന്നവരും ലാസ്റ്റ് വീണ്ടും നമ്മൾ രാമൻ്റെ അടുത്ത് തിരിച്ചു വരണമല്ലോ. അപ്പോൾ അങ്ങനെ തൊഴാൻ വരുന്നവരുമായി രാമസ്വാമിയുടെ അടുത്ത് കുറച്ച് കൂടുതൽ ആൾക്കാർ ഉണ്ടാകും. ഇവിടെ നിറയെ വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാമസ്വാമിയുടെ അടുത്ത് നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ലക്ഷ്മണസ്വാമിയുടെ അടുത്തേക്ക് പോകുവാണ്. അപ്പോൾ അവിടെ നിന്ന് 2-3 ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. ചെറിയ ചാറ്റൽ മഴയേ ഉണ്ടായിരുന്നുള്ളൂ, കുട എടുക്കാനുള്ള മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ കൂടപ്പുലം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് പോകുവാണ്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ കൂടപ്പുലം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലെത്തി. അത് ഇച്ചിരി ഹൈറ്റിലിരിക്കുന്ന അമ്പലമാണ്. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിലേക്ക് നടന്നു പോരുവാണേ. തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. 4 അമ്പലത്തിലും പാർക്കിംഗ് എല്ലാം വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. സുഖമായിട്ട് പോയിട്ട് വരാൻ സാധിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇച്ചിരി ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു അമ്പലമാണ്. കുറച്ചധികം സ്റ്റെപ്പ് കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട്. എല്ലാ അമ്പലത്തിലും വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും തൊഴുതിറങ്ങി. അപ്പോൾ ലക്ഷ്മണസ്വാമിയുടെ അടുത്തുനിന്ന് നമ്മൾ 2 വീട്ടിലേക്കും പാൽപ്പായസവും ഉണ്ണിയപ്പവും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങി ഞങ്ങൾ പിന്നെ അവിടെ അമ്മനകരയിലുള്ള ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇനി പോകുവാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, ഒത്തിരി ക്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി. നല്ല ഭംഗിയുള്ള അമ്പലങ്ങളായിരുന്നു കേട്ടോ. 4 നല്ല ഭംഗിയുള്ള അമ്പലങ്ങളാണ്. ഒത്തിരി വഴിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന വഴിപാടൊക്കെ ചെയ്യുക. ഇവിടെ നിന്ന് ഒരു 5.5 കിലോമീറ്റർ ഉണ്ട് ഭരതസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക്.
അപ്പോൾ ഞങ്ങൾ ഭരതസ്വാമി ക്ഷേത്രത്തിലെത്തി. അപ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആൻറ്റീനെയും സുമേഷിനെയും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടു. ആൻറ്റിക്ക് അത്രയും ദൂരം നടക്കണ്ടല്ലോ എന്നോർത്ത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ പോയി വണ്ടി പാർക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നടന്ന് താഴേക്ക് വരുവാണേ. ടൂറിസ്റ്റ് ബസ്സുകളും ട്രാവലറും ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് തൊട്ടടുത്ത് തന്നെ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് മാറ്റിയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നടന്നു പോന്നു. ഇവിടെയും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭരതസ്വാമിയുടെ അടുത്തുനിന്ന് തൊഴുതിറങ്ങി. അവിടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു മീൻകുളം ഉണ്ട്. അവിടെ മീനൂട്ട് എന്ന ചടങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് മീനുകൾ ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കും. അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുവാണേ. അവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്ററോളം ഉണ്ട് ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലെത്തി. അവിടെയും പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. 4 അമ്പലങ്ങളിലും പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സെക്യൂരിറ്റിയും പോലീസുകാരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല പക്ക അറേഞ്ച്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തൊഴുതിട്ടിറങ്ങി. അപ്പോൾ തൊട്ട് നല്ല മഴ തുടങ്ങി കേട്ടോ. അതുവരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള മഴയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാമസ്വാമിയുടെ അടുത്തെത്തി. അങ്ങനെ ഞങ്ങൾ രാമസ്വാമിയുടെ അടുത്ത് തൊഴുത് 4 അമ്പല ദർശനം പൂർത്തിയാക്കി. അവിടെ നിന്ന് അന്നദാനം കഴിച്ചു. എല്ലാ അമ്പലങ്ങളിലും അന്നദാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് രാമസ്വാമിയെ കണ്ട് തൊഴുതിറങ്ങിയതിന് ശേഷമാണ് അന്നദാനം കഴിച്ചത്. പിന്നെ നമ്മുടെ രാമസ്വാമിയുടെ അവിടെ തന്നെ ഒത്തിരി ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പാനിപ്പൂരി വാങ്ങിച്ചു. പിന്നെ കോളിഫ്ലവറും ഉള്ളിവടയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പാനിപ്പൂരി ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കഴിച്ചു. കോളിഫ്ലവർ ഫ്രൈയും ഉള്ളിവടയൊക്കെ ഞങ്ങൾ പിന്നെ വണ്ടിയിലിരുന്നാണ് കഴിച്ചത്. പിന്നീട് ഞങ്ങൾ പോണാട് ഭഗവതി ക്ഷേത്രത്തിലൊന്ന് വന്നു. ചേട്ടൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ നേർച്ച ഇട്ടതിന് ശേഷം തിരിച്ച്
ഇനി ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോരുവാണ്. നല്ല ഹാപ്പി ആയിട്ട് ഒരു തടസ്സങ്ങളും കൂടാതെ ഭംഗിയായിട്ട് എല്ലാവരെയും കണ്ട് സമാധാനത്തോടു കൂടി തൊഴാൻ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.